ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അനുശോചന യോഗം നടത്തി. അത് ഭംഗിയായി എല്ലാവരും അയാളെ പറ്റി സംസാരിച്ചു. എല്ലാവരും നന്നായി സംസാരിച്ചു. അപ്പോൾ ആ വിശക്കാരങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ സത്യമാഷ്ടും കൂടെ ഷീലയാണ് അതിൽ അഭിനയിക്കുന്ന ഒരു തുണിൻ്റെ പൊതിയുണ്ട്. ഈ രണ്ട് കുട്ടികളുണ്ട്, ഒക്കെ തോളിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ വിശക്കാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ വിശക്കാരൻ ഇപ്പോൾ അയാളുടെ മകനിപ്പോൾ അവിടെ കലക്ടറിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം ഇങ്ങനെ പാടിയത്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല, മണ്ണിലിടമില്ല. മണ്ണിലിടമില്ല. അത് എന്താ ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാം. അപ്പോൾ പിന്നെ പാട്ട് ബാക്കിയൊക്കെ പാടാൻ എനിക്ക് മനസ്സുണ്ട്. പക്ഷേ ഇവിടെ വേറെ കുറേ മൂസാജിക്ക് സ്വന്തം അനുഭവത്തിലൂടെ എല്ലാം സ്ഥിരമായി സംസാരിക്കുന്നത് പോലെ തന്നെ മൂപ്പരുടെ അനുഭവം വെച്ച് മൂപ്പര് സംസാരിച്ചു നമ്മുടെ ആ വിഷയത്തിൽ. മൂസ സാഹിബിൻ്റെ പുല്ലുമേന വീടും ആ ഒരു പഴയ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ ആ ഒരു ഓർമ്മകൾ മനസ്സിൽ വന്നതിൽ വളരെ സന്തോഷം. മുസാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുസാജി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൽ ഒരു രസമാണ്. ക്ലാസ്സിൽ ഇരിക്കാനും അതുപോലെ തന്നെ ആ ക്ലാസ് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. നമുക്ക് എല്ലാ മേഖലയിലും മുസാജിയെ കൊണ്ടുപോകാൻ പറ്റിയൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് 60 കൊല്ലം മുമ്പ് ഇവിടെയൊക്കെ അങ്ങനെ കാണും. അതിൽ ഈ പ്രളയം വന്നപ്പോൾ, വെള്ളം വന്നപ്പോൾ ചുമരൊക്കെ പൊളിഞ്ഞു, മണ്ണിൻ്റെ ചുമരൊക്കെ പൊളിഞ്ഞു, ആ പുൽപ്പര ഒക്കെ ഒടിഞ്ഞ് വീണ് വെള്ളത്തിൽ പോയി. അങ്ങനെ അവർ ഇറങ്ങിപ്പോകുമ്പോൾ അത് വായിച്ചപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ നല്ല രക്ഷിതാവാകാം എന്നുള്ളതാണ് ഫുള്ളായിട്ട്. അത് 2 പ്രാവശ്യം വായിച്ചു. അതിൻ്റെ തൊട്ട് അതും വായിച്ചു. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ വീട്ടിൽ നമ്മളെ കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ അവരിപ്പോൾ അവരെ സ്കൂളുകൾ, അതുപോലെ ഭാര്യ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നോട് ഒരു സാധനം കൂടി വേണമല്ലോ, എനിക്ക് സമയമില്ല, എനിക്ക് 10 മണിക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഓടിയാ. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ ഈ പുസ്തകം വായിച്ചതുകൊണ്ട് നല്ല നിലക്ക് അതിനൊരു അപ്പം തന്നെ അതിൻ്റെ പരിപാടി, ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് അവിടെ കുറച്ച് ഒരാൾ വരുന്നുണ്ട്, അപ്പോൾ അല്ല ഒരു 2 പണിക്കാരുണ്ട്, അതിനെന്ത് സാധനങ്ങൾ അത് ഒരുക്കി കൊടുത്ത് നല്ല മനസ്സോടെ തന്നെ പോകുന്നത്. അത് ഈ പുസ്തകം വായിച്ചതുകൊണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് നേരത്തെ കിട്ടുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ ഒന്നും കൂടിയൊക്കെ നല്ല പോലെ ഒന്നും കൂടി ഇപ്പോൾ മകൾ എന്നോട് ചോദിച്ചു, പുസ്തകം എപ്പോഴാണ് നിങ്ങൾ ഈ പുസ്തകമൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. ഇന്ന മാതിരി ഞാൻ പറഞ്ഞു, പുസ്തകം എനിക്കെന്നെ എപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ പുസ്തകം നോക്കണം, ഈ കുട്ടിക്ക് കൊടുക്കണം. ഒരു അവളൊരു മകൻ കല്യാണം കഴിക്കാണ്ട്, മൂത്ത മകൻ കല്യാണം കഴിച്ചു. 3 കുട്ടികളാണ് മകൾക്കുള്ളത്. മകന് 2 കുട്ടികളുണ്ട്. അവർ രണ്ടാളും, ഒരാളിപ്പോൾ ഈ കൊല്ലം 10ാം ക്ലാസ്സിലായിരുന്നു, മറ്റേ കുട്ടി 4 6ലെറ്റാണ്. ആ കുട്ടി ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. മറ്റേ കുട്ടി മകൻ എടുക്കുന്ന ജോലി തന്നെ ഈ ഓയിലിൻ്റെ സർവീസും അതിൻ്റെയൊക്കെ പണിയെടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ ഇതിൻ്റെ മുമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്നും കൂടി നന്നായിയൊക്കെ അവരെ ഒന്നുകൂടി നല്ല രീതിയിൽ, കാരണം 2 കുട്ടികളായതുകൊണ്ട് ശരിക്ക് അവർക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല, ഒരു പ്രയാസം വന്നില്ല. മകൻ പറയണ മാതിരി തന്നെ അവന് പറ്റുന്ന ജോലി, അവന് കൂട്ടുകെട്ട് ചിലപ്പോൾ മോശമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളൊരു വിവരം കൊടുക്കും. പ്രേമാണോ സ്നേഹമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയടിക്കൽ അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ ടേപ്പ് ചെയ്തിട്ടുണ്ടാവുന്നിട്ട് ഞാൻ സ്നേഹം എന്നാണ് ഭാര്യ അതെടുത്ത് നോക്കലുണ്ട്, എൻ്റെ ഇത് നോക്കലുണ്ട്, പുസ്തകം എടുത്ത് നോക്കി, പുതിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കി, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. മകളെ ഒരു പേരക്കുട്ടിനെ ഇപ്പോൾ കല്യാണമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം എത്തിച്ചു തരാം. ഇടന്തത്തിൻ്റെ ഇടയ്ക്കൊന്നും പറയാൻ ഞാൻ തന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ തന്നെ ഇപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചു വരുന്ന ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താ അത്ര വൈകി ഇപ്പോഴാണ് നിങ്ങൾ ഇതിൽ ഓടുന്നതെന്നൊക്കെ എന്നോട് ദിവസം ചോദിക്കലുണ്ട്. ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നാടോടിക്കാറ്റിൽ നമ്മൾ സിനിമ കണ്ട മാതിരി തന്നെ അതിലൊരു ചോദ്യമുണ്ട്, എന്താ ഇത്ര വൈകിയത് ദാസ, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, നമുക്ക് ആ സമയം ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഇനി നമ്മൾ ഒഴിവാക്കണ്ട എന്നുള്ള നിലക്ക് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് രാത്രി ഇപ്പോൾ സാറിനെ വിളിച്ചത് ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. എന്തായാലും ഇന്ന് വരിക ചോദിച്ചു. കാരണം ഞായറാഴ്ച എനിക്ക് വേറൊരു പരിപാടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അവരിപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, അത് മണ്ണാർക്കാട് അവിടെ ഞങ്ങൾ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ മീറ്റിംഗ്, അതിൽ ചിലപ്പോൾ ഞാൻ അധ്യക്ഷനാകേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്ഘാടനം ഏതെങ്കിലും ആകേണ്ടി വരും. അപ്പോൾ പറയുമ്പോൾ 3 ദിവസമുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണ്, ഒരാഴ്ച മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോഴാണ്
എന്താ ഇപ്പോൾ ഇതിനൊരു മുന്നൊരുക്കത്തിന് എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ചു. അഷ്റഫ് പറഞ്ഞത് ഞാൻ ആലോചിച്ചു, വായുധ മേഡം പറഞ്ഞത് ഞാൻ ആലോചിച്ചു.